സാൻ ഫാമിലി സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കാണാം ബാക്കുവിലെ കാഴ്ചകൾ. രാവിലത്തെ മേക്കപ്പ് ആവുന്നോണ്ടിരിക്കുകയാണല്ലേ. ഇന്നിപ്പോ നമ്മുടെ ബാക്കുവിലെ രണ്ടാമത്തെ ദിവസമുണ്ട്. അപ്പൊ രാവിലെ നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇപ്പോഴത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് പോയി നോക്കാം. അതേപോലെ ഇന്ന് ബാക്കു സിറ്റിയിലെ കൂടുതൽ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഇന്ന് എൻ്റെ ഇപ്പം എന്തായാലും ലേറ്റായി. രാവിലെ മുതൽ വൈകിട്ട് വരെ ബാക്കു ടൂറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മളിപ്പോൾ ബാക്കു ഓൾഡ് സിറ്റിയിലാണ് റൂം എടുത്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു വാക്കിംഗ് ടൂറായിട്ടാണ് നമ്മളിവിടെ ബാക്കു സിറ്റിയിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾഡ് സിറ്റിയിൽ റൂം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വിധം ഈ അട്രാക്ഷനുകളൊക്കെ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം നമുക്ക് എന്തായാലും. പിന്നെ കുറച്ച് സലാഡ്, 2 മുട്ട, ഒരു സോസേജിൻ്റെ ഇത്, കുറച്ച് ചീസ്, ജാമ്, പിന്നെ ചായ. ചെറിയൊരു ഹോട്ടലാണ്. അപ്പോൾ അതിനനുസരിച്ച് ആ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വേഗം നമ്മൾ ടൂർ ആരംഭിക്കട്ടെ. 10 മണിയായിട്ടാണ്. എന്തായാലും നല്ല തണുപ്പാണ്, അതുകൊണ്ട് ഇത്തിരി ലേറ്റ് ആയിട്ട് തന്നെ തുടങ്ങാൻ വിചാരിച്ചു. ഫസ്റ്റ് ദിവസമല്ലേ, റെസ്റ്റ് എടുത്ത്. ഓക്കെ. ബാക്കുവിൽ നമ്മൾ താമസിക്കുന്ന ആ ഒരു ഹോട്ടലിന്റെ ആ ഒരു സ്ട്രീറ്റാണ് ഈ കാണുന്നത്. മിഡ് സിറ്റി എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. നമ്മൾ 2 പേരും ഉള്ളത്, അതുകൊണ്ട് ചെറിയൊരു റൂമാണ് എടുത്തത്. ഇത് ബാക്കുവിലെ ഓൾഡ് സിറ്റിയിലാണ്. അതുകൊണ്ട് നമുക്ക് കാണുന്ന അട്രാക്ഷൻസ് ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് ഒരു വാക്കിംഗ് ടൂർ ആയിട്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മളാണ് ഇവിടെ ഈ ഒരു ഏരിയയിൽ റൂം എടുത്തത് കേട്ടോ. നമുക്ക് ഹോട്ടലിന്റെ കുറച്ച് വിശേഷങ്ങളാണ്. നമ്മള് ബാക്കുവിലെ ഈ ഓൾഡ് സിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ഫുൾ ആ യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഫുള്ള് ബിൽഡിങ്ങുകളാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു സ്ട്രീറ്റാണ് ഈ കാണുന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. 8 ഡിഗ്രി രാവിലെ നമുക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റുന്നത്. ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ ഫുള്ള് മഞ്ഞില് മൂടും എന്നാണ് ഇവർ പറയുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ആ ഒരു ഹോട്ടല്. ചെറിയൊരു ഹോട്ടലാണ്, പക്ഷെ ഉള്ളിൽ കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നമുക്ക് നല്ല ഒരു റൂമുകളാണ്. നമുക്ക് നേരെ റൂമിൽ പോവാം. ചെറിയ കോറിഡോറാണ്, നല്ല ഹാൾ പേപ്പറൊക്കെ ഒട്ടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം. ആകെ അലങ്കോലാക്കി കിടക്കണം കേട്ടോ. ഇതേപോലെയുള്ളൊരു ക്യൂൻ സൈസ് ബെഡ് ഉണ്ട്, TV ഉണ്ട് കേട്ടോ. ഇത് വാഷ്റൂം ഉണ്ടോ. വാഷ്റൂം കുഴപ്പമില്ല, ചെറിയൊരു വാഷ്റൂമാണ്. അതുപോലെ ഇവിടെ ഒരു ഷവർ റൂം ഉണ്ട്. ഇപ്പൊ നമ്മള് ബാക്കുവിൽ വന്നിട്ട് നമ്മുടെ ബാക്കുവിലെ നമ്മുടെ സിറ്റി ടൂർ നമ്മൾ ആരംഭിക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ ഓൾഡ് സിറ്റിയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഈ ഓൾഡ് സിറ്റിയിലെ സ്ട്രീറ്റ് ഒക്കെ നമുക്കൊന്ന് കാണാം. അതേപോലെ ഇവിടുത്തെ ഒരു ആൾക്കാരെ അങ്ങനെയുള്ള രീതികളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം കാണാം. അപ്പൊ നമുക്ക് നമ്മുടെ ബാക്കുവിലെ അടിപൊളി കാഴ്ചകൾ നമുക്ക് ആരംഭിക്കാം അല്ലെ. നല്ല തണുപ്പാണ് കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പോ പുറത്തിറങ്ങുമ്പോൾ ഇനി സെറ്ററൊക്കെ ഇട്ട് സെറ്റായി പോയില്ലെങ്കിൽ മൊത്തം പണിയാണ്. ബാക്കുവിലെ ഓൾഡ് സിറ്റിയാണ് കേട്ടോ. ഇവിടെ കുട്ടികളൊക്കെ രാവിലെ അവരെ ഡെയിലി റുട്ടീനായ സ്കൂളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറെ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നേരെ പിന്നെ പോവാണ് കേട്ടോ. അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് സെറ്ററും തൊപ്പിയും കാര്യങ്ങളൊന്നും വെച്ചില്ലെങ്കിൽ നമുക്ക് നല്ല മുട്ടം പണി കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. എന്താന്ന് നോക്കട്ടെ. ഓൾഡ് സിറ്റി ആയാലും ന്യൂ സിറ്റി ആയാലും ട്രാഫിക്കിന് ഒരു കുറവുമില്ല. ബാക്കു ഓൾഡ് സിറ്റിയിലെ ഒരു സ്കൂളാണ്. ഇവിടെ ആൾക്കാരോട് വന്നിട്ട് കുട്ടികളെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു പാർക്ക് ഉണ്ട് കേട്ടോ. മൊത്തത്തില് ഈ ഒരു വെതറിൽ നമ്മൾ വരുമ്പോൾ എപ്പോഴും ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടുത്തെ ഓരോ കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. മെട്രോ സ്റ്റേഷൻ ഇവിടെ അടുത്ത് തന്നെയാണ്. അത്രയധികം ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമുള്ളൂ. അതുപോലെ ബസ് നമുക്ക് കിട്ടും. ഒരു ഒറ്റ ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു തണുപ്പായിട്ടൊന്ന് സെറ്റ് ആവാൻ പറ്റുള്ളൂ. ഈ ബാക്കു ഓൾഡ് സിറ്റിയിലെ ഈ സബായിൽ എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നമ്മൾ റൂം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓൾഡ് സിറ്റിയിലെ മെയിൻ ലൊക്കേഷനൊക്കെ ഇവിടെ നടന്ന് തന്നെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഏതാണ്ട് 500 മീറ്റർ നടന്ന് ബോർഡ് ഉണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് പോകണം. അല്ല, ഇത് ഒരു സ്ട്രീറ്റ് ആണ് കേട്ടോ. എന്ത് ഭംഗിയെന്നൊക്കെ ഈ സ്ട്രീറ്റുകളൊക്കെ ആണ്. ഇവിടെ ഒരു സബ്വേ കണ്ടിട്ട് നമുക്ക് ഈ സബ്വേ കൊണ്ട് നമുക്ക് നേരെ റോഡ് ക്രോസ് ചെയ്യാം. ഇവിടുത്തെ ഈ സബ്വേ ഉണ്ടോ, ഭയങ്കര രസമായിട്ട് കാണാൻ. ഉള്ളിൽ ലൈറ്റ് ഒക്കെ ഇട്ട് അടിപൊളി. ഇതിന്റെ മേലെയാണ് ആ വലിയ റോഡ് പോകുന്നത് കേട്ടാ. ഫുള്ള് മാർബിളൊക്കെ ഇട്ട് ഏതൊരു മാളിലെ കോറിഡോർ, അതുപോലെ ഒരു ഹോട്ടലിൽ കൂടെയൊക്കെ നടക്കുന്ന ഒരു സെറ്റപ്പാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഇതേപോലുള്ള ഈ സബ്വേകളാണ് ഇവിടെ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു റൗണ്ട് അബൌട്ട് കേട്ടോ. അവിടെ ബസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡൊക്കെ ഭയങ്കര ബിസിയാണ്. അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു ബിൽഡിങ്ങില്ലേ, ആ ബിൽഡിങ്ങിന്റെ അവിടെ നിന്നാണ് നമ്മൾ ഈ സബ്വേ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നേട്ടാ. നമ്മളിപ്പോ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഉള്ളത് ബാക്കു ഓൾഡ് സിറ്റി ഏരിയയിലാണ് കേട്ടോ. ഇവിടെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ബാക്കുവിലെ ടൂറാണ് നടക്കുന്നത് കേട്ടോ. കൈയൊക്കെ ആകെ
ഐസ് പോലെയായി കാറ്റടിച്ചിട്ട്. എന്ന് വെച്ചാൽ ഇവിടെ കടലാണ് ഈ കാണുന്നത്. ഇത് കാസ്പിയൻ സീ ആണ്. ഈ കാണുന്ന സീ എന്ന് പറയുന്നത് ഇപ്പുറത്ത് കാണുന്നുണ്ട് ബീച്ച് ഏരിയയാണ് ഫുള്ള്. അതുകൊണ്ട് ഫുള്ള് ഭയങ്കര കാറ്റാ വരുന്നത്. പിന്നെ ഇവിടെയൊക്കെ നോക്കി ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ എന്ത് സംഭവം നമുക്കൊരു യൂറോപ്പിൽ പോയ ഒരു സെറ്റപ്പ് തന്നെയാണ്. യൂറോപ്യൻ യൂണിയനിലെ എവിടെ ഓരോ രാജ്യങ്ങളിൽ പോയ ഒരു രീതിയിലാണ് ഫുള്ള് ബിൽഡിംഗ് ആയിക്കോട്ടും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ലിറ്റിൽ വെനീസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കപ്പിൾസ് ഒക്കെ ആണെങ്കിൽ ബോട്ടിംഗ് ഉണ്ട്. ചെറിയൊരു വെനീസ് പോലുള്ള ഏരിയ കൂടെ നമുക്ക് ഇങ്ങനെ ബോട്ടിൽ പോവാം. അങ്ങനെ ഒരു ഓപ്ഷനാണ് അത്. കണ്ട ഇതേപോലുള്ള ബോട്ടുകളിലാണ് നമുക്ക് പോകേണ്ടത്. ഇത് കാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റിന്റെ ഓഫീസാണ് കേട്ടോ. 20 മന്നത്താണ് ഒരു റൗണ്ട് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിങ്ങിനുള്ളത്, കപ്പിൾസിനുള്ളത് കേട്ടോ. ഷെയറിംഗ് അതിൽ പോകുന്നത് 5 മന്നത്താണ്. 5 വയസ്സുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. കപ്പിൾ സ്റ്റോർ അല്ലേ, കപ്പിൾ സ്റ്റോർ ആകുമ്പോൾ എന്തായാലും പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ആ ലിറ്റിൽ വെനീസിൽ കൂടെ നമുക്ക് ഫസ്റ്റ് പോവാം. എന്തായാലും വെനീസിൽ പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ലിറ്റിൽ വെനീസിൽ നമുക്ക് ബോട്ടിംഗ് നടത്താം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം വെനീസിൽ പോകാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നത്. ഹലോ ഹായ്, അനാർ എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പൊ ആ ചേട്ടനാണ് നമ്മള് ഇപ്പൊ ലിറ്റിൽ വെനീസിൽ കൂടെ ബോട്ടിൽ കൊണ്ടുപോകുന്നത് കേട്ടോ. ലിറ്റിൽ വെനീസിലെ ആ ഒരു ടൂറാണ് നടക്കുന്നത് കേട്ടോ. ഭയങ്കര രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇറ്റലിയിലെ പ്രശസ്തമായ വെനീസ് നഗരത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ കാണുന്ന ലിറ്റിൽ വെനീസ് വെനീസ് നഗരം പോലെ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ഈ കനാലുകളും പാലങ്ങളും ടണലുകളും കൂടാതെ ഈ കനാലിലൂടെയുള്ള ബോട്ടിങ്ങും എല്ലാം നല്ലൊരു ഫീലാണ് നൽകുന്നത്. ലിറ്റിൽ വെനീസ് സൂപ്പർ അല്ലേ? ഇത് നല്ലൊരു ബോട്ടിങ്ങിന് കേട്ടോ. നമുക്ക് ഒരു പ്രാവശ്യം എന്തായാലും ട്രൈ ചെയ്യണം. കപ്പിൾസ് ഒക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട നല്ലൊരു ലൊക്കേഷനാണ് ഈ ലിറ്റിൽ വെനീസ് എന്ന് പറയുന്നത് കേട്ടോ. ഭയങ്കര രസമാണ്. നമുക്കൊരു നല്ലൊരു ഫീലാണ് വരുന്നത് അവിടെ. ചെറിയൊരു ഏരിയ ആണെങ്കിലും നല്ലൊരു വൈബാണ് കേട്ടോ. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നല്ല രസമുണ്ട്. അതേപോലെ നമുക്ക് ആ ഒരു വെനീസിന്റെ ഒരു ഫീലൊക്കെ നമുക്ക് ഇവിടെ ശരിക്കും കിട്ടാവുന്ന നല്ലൊരു സെറ്റപ്പ് ആണ് ഈ ചെറിയൊരു ബോട്ടിങ്. ഇതിന്റെ മേലെ കയറി നിന്ന് കഴിഞ്ഞിട്ടല്ലോ ഭയങ്കര രസമാണ് കാണാൻ. ഇവിടെ നേരെ ആ ഫ്ലെയിം ടവറിന്റെ ഒരു വ്യൂ വരുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ പോയ ലിറ്റിൽ വെനീസിന്റെ ഒരു ആംബിയൻസ്. കണ്ട ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ റെസ്റ്റോറന്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ രാത്രിയൊക്കെ വന്നാൽ നല്ല വൈബായിരിക്കും കേട്ടോ. ഇതേപോലെയുള്ള ഈ ബോട്ടിൽ കൂടെ നമുക്കിനെ ഈ ഒരു വെനീസ് കനാലിൽ കൂടെ നമുക്കിനി പോവാട്ടോ. നല്ല സെറ്റപ്പ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയൊരു ഏരിയ ആണെങ്കിലും അവരത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. കാറ്റില്ലെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. കാറ്റ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ആകാശമൊക്കെ നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കാർപ്പറ്റ് മ്യൂസിയം ആണ് കേട്ടോ. ഈ ബാക്കു എന്ന് പറയുമ്പോൾ ആ യൂറോപ്പിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഈ ഒരു രാജ്യങ്ങളിൽ യൂറോപ്പിന്റെ കൾച്ചറും അതുപോലുള്ള ആ ഒരു ആർക്കിടെക്ചേഴ്സും ആണ് ഇവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പൈസ എന്ന് പറയുന്നത് മന്നത്താണ്. അപ്പൊ ആ മന്നത്ത് എന്ന് പറയുന്നത് 2.16 ദറംസ് ആണ് വരുന്നത്. UAE എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇത്തിരി എക്സ്പെൻസീവ് ആണ്. ഒരു ചുരുട്ടിയ കാർപ്പറ്റ് പോലെ നിർമ്മിച്ചിരിക്കുന്ന ഈ കാർപ്പറ്റ് മ്യൂസിയം ലോകത്തിലെ ആദ്യത്തെ കാർപ്പറ്റ് മ്യൂസിയമാണ്. ഇത് വെറും ഒരു കാർപ്പറ്റുകളുടെ ശേഖരം മാത്രമല്ല, കലയുടെയും ചരിത്രത്തിന്റെയും ഒരു വലിയ ലോകമാണ്. ഇവിടുന്ന് ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ട് കേട്ടോ. സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞാൽ നമുക്ക് നേരെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ കാർപ്പറ്റ് മ്യൂസിയം. ഇതാണ് ഇതിന്റെ ടിക്കറ്റ് കൗണ്ടർ. 10 മന്നത്താണ് കേട്ടോ ഇവിടെ ഇതിന്റെ ടിക്കറ്റ് ഉള്ളത്. നമ്മുടെ ജാക്കറ്റ് നമുക്ക് ഇവിടെ കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊടുക്കണം മേലേക്ക് പോണതിന് മുമ്പ്. ടൂർ സ്റ്റാർട്ട് ആവുന്നത് മേലെ നിന്നാണ് കേട്ടോ. ഇത് നമ്മൾ വന്നത് 2nd ഫ്ലോറാണ് കേട്ടോ. 2-3 ഫ്ലോർ ഉണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഈ കാർപ്പറ്റ് മ്യൂസിയത്തിന്റെ ഒരു ഫുള്ളൊരു ആംബിയൻസ്. കാർപ്പറ്റ് നെയ്ത്ത് എന്ന പരമ്പരാഗത കലയെ സംരക്ഷിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും വേണ്ടിയാണ് 1967 ഈ കാർപ്പറ്റ് മ്യൂസിയം സ്ഥാപിച്ചത്. ഈ മ്യൂസിയത്തിനുള്ളിൽ നമ്മളെ കാത്തിരിക്കുന്നത് 100 കണക്കിന് വർഷം പഴക്കമുള്ള ഓരോ നൂലിലും ചരിത്രം കോറിയിട്ട അമൂല്യങ്ങളായ കാർപ്പറ്റുകളാണ്. ഓരോ കാർപ്പറ്റിനും അതിൻ്റെതായ കഥകൾ പറയാനുണ്ട്. കാർപ്പറ്റുകളുടെ നിറങ്ങൾ, അവ നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള പ്രകൃതിദത്തമായ ചായങ്ങൾ, ഓരോ ഡിസൈനിലും പിന്നിലെ അർത്ഥങ്ങൾ എല്ലാം വളരെ കൗതുകകരമാണ്. അസർബൈജാനിലെ വിവിധ പ്രദേശങ്ങളിലെ നെയ്ത്ത് ശൈലികളും ഡിസൈനുകളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും.
പൂക്കളുടെയും മൃഗങ്ങളുടെയും ജാമിതീയ രൂപങ്ങളുടെയും ചിത്രങ്ങൾ ഓരോ കാർപ്പറ്റിലും അതിമനോഹരമായി ആലേഖനം ചെയ്തിരിക്കുന്നു. ഇത് വെറും ഒരു മ്യൂസിയം സന്ദർശനം മാത്രമല്ല, ഒരു ജനതയുടെ കലയെയും പാരമ്പര്യത്തെയും കണ്ട് അടുത്തറിയാനുള്ള ഒരു അവസരം കൂടിയാണ്. കാർപ്പറ്റുകൾ മാത്രമല്ല, പുരാതന കാലത്തെ മൺപാത്രങ്ങളും ആഭരണങ്ങളും ലോഹനിർമ്മിതികളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓരോന്നും അസർബൈജാന്റെ സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും നേർക്കാഴ്ചകളാണ്. വേറൊരു എക്സിബിഷനിലെ ഒരു സ്ഥലം കൂടി ഉണ്ട്. നമ്മൾ ഈ ഒരു എക്സിബിഷൻ ഹാളിൽ വരുമ്പോൾ പണ്ട് നമ്മുടെ പ്രവാചകന്മാർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളുടെ ചില മോഡലുകളാണ് കേട്ടോ അവരിവിടെ പ്രദർശനത്തിന് വെച്ചേക്കുന്നത്. നമ്മൾ കാർപ്പറ്റ് മ്യൂസിയത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോ തിരിച്ച് പോവാണ്. കാർപ്പറ്റ് മ്യൂസിയത്തിന്റെ ഫുള്ളൊരു വ്യൂ ആണ് കാണുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്ക് അവിടെ ഡെന്നിസ് മോള് കാണാൻ പറ്റും. ആ ഡെന്നിസ് മോളിലാണ് അവിടേക്ക് നമുക്ക് പോകാൻ പോകുന്നത്. പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഈ കെട്ടിടത്തിന്റെ ഡിസൈൻ നമ്മളെ ഒരുപാട് ആകർഷിക്കും. ഒരു താമരപ്പൂവിന്റെ രൂപത്തിൽ കാസ്പിയൻ കടലിന്റെ തീരത്ത് തല ഉയർത്തി നിൽക്കുന്ന ഈ മാൾ ബാക്കുവിന്റെ ആധുനിക മുഖത്തിന്റെ ഒരു പ്രതീകമാണ്. ഇംഗ്ലീഷ് കമ്പനിയായ ചാപ്മാൻ ടൈലർ ആണ് ഈ മാൾ രൂപകൽപ്പന ചെയ്തത്. ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഡെന്നിസ് മോളിന്റെ അകത്താണ് കേട്ടോ. ഒരു താമരപ്പൂവിന്റെ ആകൃതിയിലുള്ള ഈ മാളിൽ 7 നിലകളുണ്ട്. ഒരുപാട് ഫ്ലോറുകളുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ആ ലിഫ്റ്റിലൊന്ന് പോയിട്ട് നോക്കാം. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മെ കാത്തിരിക്കുന്നത് വിശാലമായ ഒരു ലോകമാണ്. ഷോപ്പിംഗ്, ഭക്ഷണം, വിനോദം, അങ്ങനെ എല്ലാത്തിനും ഇവിടെ അവസരങ്ങളുണ്ട്. ഡെന്നിസ് മാൾ വെറുമൊരു ഷോപ്പിംഗ് കേന്ദ്രം മാത്രമല്ല, അതൊരു വിനോദ കേന്ദ്രം കൂടിയാണ്. ഇവിടെയാണെങ്കിൽ അസർബൈജാന്റെ ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾ കളിക്കുന്ന ഒരു ഏരിയ ആണിത്. ഡെന്നിസ് മാളിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അതിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ആ ഒരു ബാക്കു ബൊളിവാർഡിന്റെ അവിടേക്കാണ് കേട്ടോ. ബാക്കു ബൊളിവാർഡ് എന്നത് കാസ്പിയൻ കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബാക്കു നഗരത്തിലെ ഒരു പ്രധാന ആകർഷണമാണ്. ഇത് സീസൈഡ് നാഷണൽ പാർക്ക് എന്ന പേരിലും അറിയപ്പെടുന്നു. 1909 നിർമ്മിച്ച ഈ ബാക്കു ബൊളിവാർഡ് നഗരത്തിലെ ഏറ്റവും പഴയ പാർക്കുകളിൽ ഒന്നാണ്. ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആധുനികമായ ബാക്കു നഗരത്തിന്റെ കാഴ്ചകളും പുരാതനമായ ബാക്കു നഗരത്തിന്റെ കാഴ്ചകളും നമുക്ക് ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ലിറ്റിൽ വെനീസ്, ബാക്കു ഐ, കാർപ്പറ്റ് മ്യൂസിയം, അമ്യൂസ്മെന്റ് പാർക്കുകൾ എന്നിവ ഈ ബാക്കു ബൊളിവാർഡിന്റെ ഭാഗമാണ്. നിരവധി പ്രദർശനങ്ങൾ, സംഗീത പരിപാടികൾ, കലാപ്രദർശനങ്ങൾ, മറ്റ് സാംസ്കാരിക പരിപാടികൾ എന്നിവ ഇവിടെ പതിവായി നടക്കുന്നുണ്ട്. അസർബൈജാൻ റോഡ് ട്രിപ്പിലെ 2ാമത്തെ ദിവസമായ ഇന്ന് ബാക്കു നഗരത്തിലെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കണ്ടത് കേട്ടോ. ബാക്കു നഗരത്തിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇനിയും പുതിയ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനി അടുത്തൊരു എപ്പിസോഡ് നമുക്ക് കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സാൻഡ് ഫാമിലി സ്റ്റോറീസ്, അതേപോലെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്.